ആൽഫ്രഡ് എന്ന കാറ്റഗറി 2 ചുഴലിക്കാറ്റ് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ നഗരത്തിന്റെ തീരം തൊടാൻ മണിക്കൂറുകൾ മാത്രം. നഗരത്തിലെ ആയിരക്കണക്കിന് മലയാളികൾ അടക്കമുള്ളവർ ആശങ്കയുടെ നിഴലിലാണ്. സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജനസാന്ദ്രതയിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമായ ബ്രിസ്ബെയിനിൽ, ഓസ്ട്രേലിയയിലെ മൂന്നാമത്തെ നഗരമായ ബ്രിസ്ബെയിനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ താമസിക്കുന്ന മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് ആളുകൾ വരും ദിവസങ്ങളിൽ ഒരു വലിയ ചുഴലിക്കാറ്റിനെ അഭിമുഖീകരിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. ആൽഫ്രഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചുഴലിക്കാറ്റ് വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടി ബ്രിസ്ബെയിനിൻ്റെ കര തൊടും എന്നാണ് കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മലയാളികളടക്കമുള്ള ആളുകൾ വലിയ ആശങ്കയിലാണ്. സ്വാഭാവികമായും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുമെന്ന് ഭരണകൂടം അറിയിച്ചു കഴിഞ്ഞു. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇതുപോലെ ഒരു ചുഴലിക്കാറ്റ് ബ്രിസ്ബെയിനിൽ ആഞ്ഞടിച്ചത്. എന്നാൽ അന്ന് വെറും 10 ലക്ഷം മാത്രമായിരുന്നു ബ്രിസ്ബെയിനിലെ ജനസംഖ്യ എങ്കിൽ 2025 എത്തുമ്പോൾ 25 ലക്ഷം ആളുകളാണ് ഈ ബ്രിസ്ബെയിനിൽ മാത്രം തിങ്ങിപ്പാർക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുമെന്ന് ഭരണകൂടത്ത് നിശ്ചയമുണ്ട്. ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തീവ്രതയേറിയ ഒരു ചുഴലിക്കാറ്റായിരിക്കും ആഞ്ഞടിക്കുക എന്നാണ് നിലവിൽ കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റിനെ കാറ്റഗറി 2 വിഭാഗത്തിലാണ് നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാറ്റിൻ്റെ തീവ്രതയനുസരിച്ച് ഭവനങ്ങൾക്കും മറ്റും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ചുഴലിക്കാറ്റിനോടനുബന്ധിച്ച് വെള്ളപ്പൊക്കത്തിനുള്ള വലിയ സാധ്യതകൾ നിലനിൽക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ജനങ്ങളോട് അവിടെ നിന്നും മാറി താമസിക്കണമെന്ന് ഭരണകൂടം നിലവിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. വെള്ളപ്പൊക്കം ഉണ്ടായാൽ വൈദ്യുതി തടസ്സപ്പെടുവാനുള്ള വലിയ ഒരു സാധ്യതയും നിലനിൽക്കുന്നു. ദിവസങ്ങളോളം വൈദ്യുതി തടസ്സം നേരിട്ടാൽ അതിനെ പ്രതിരോധിക്കുവാനായി മലയാളികളടക്കമുള്ള ആളുകൾ വലിയ തോതിൽ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലും മറ്റും വലിയ ക്ഷാമമാണ് ഭക്ഷ്യസാധനങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയുടെയും ആശങ്കകളുടെയും മണിക്കൂറുകളുടെയാണ് മലയാളികളടക്കമുള്ള ആളുകൾ ഇപ്പോൾ കടന്നു പോകുന്നത്.